സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ ഒരു പുതിയ യൂണിറ്റ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 9ാമത്തെ യൂണിറ്റാണ്. യൂണിറ്റിൻ്റെ പേര് ഫ്രം മഗധ ടു താനേശ്വർ. മഗധ മുതൽ താനേശ്വരം വരെ. മഗധ മുതൽ താനേശ്വരം വരെ. ഫ്രം മഗധ ടു താനേശ്വർ. ഇതാണ് യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ കഴിഞ്ഞ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആര്യന്മാരുടെ വരവിനെ കുറിച്ചൊക്കെ പഠിച്ച ഒരു യൂണിറ്റ് ആയിരുന്നു. ടുവേർഡ്സ് ഗാംഗറ്റിക് പ്ലെയിൻ. ആര്യന്മാരുടെ വരവും അവർ പിന്നീട് ഗാംഗറ്റിക് പ്ലെയിനിലേക്ക് ഷിഫ്റ്റ് ചെയ്തതും അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന മഗധ മുതൽ താനേശ്വരം വരെ എന്നുള്ള ഈ ഒരു യൂണിറ്റും. മഗധ ടു താനേശ്വർ. മഗധ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ മഹാജനപദ, മഗധ എന്ന് പറയുന്ന 16 മഹാജനപദങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഗധ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററിൽ. അപ്പോൾ അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ യൂണിറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാ യൂണിറ്റിലും എന്ന പോലെ തന്നെ ഇവിടെയും നമുക്കൊരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടൊരു പാസേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? The king appears before his people along with a colorful procession. അതായത് രാജാവ് അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ, അദ്ദേഹത്തിന്റെ പ്രജകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? വളരെ വർണ്ണാഭമായിട്ടുള്ള ഒരു വലിയ ഒരു ഘോഷയാത്ര അല്ലെങ്കിൽ ഒരു എഴുന്നള്ളിപ്പ് എന്ന രൂപത്തിലൊക്കെ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് രാജാവ് തന്റെ ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഹി ഈസ് ക്യാരീഡ് ഇൻ എ ഗോൾഡൻ പാലങ്ക്വിൻ. അതായത് ഒരു സ്വർണത്തിന്റെ അല്ലെങ്കിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു പല്ലക്കിലേറിയാണ് രാജാവ് എഴുന്നള്ളുന്നത്. രാജാവ് എഴുന്നള്ളുക എന്നാണ് നമ്മൾ പറയുക. രാജാവ് വരിക എന്നല്ല, രാജാവ് എഴുന്നള്ളുന്നു എന്നാ പറയാം. അപ്പോൾ ഒരു ഗോൾഡൻ പാലങ്ക്വിന, അതായത് സ്വർണത്തിന്റെ പല്ലക്കിലേറിയിട്ടാണ് രാജാവ് വരുന്നത്. ആൻഡ് ഹിസ് ബോഡി ഗാർഡ്സ് ആർ സിറ്റിംഗ് ഓൺ ആൻ എലഫന്റ് ഹാവിംഗ് ആൻ ഓർണമെന്റൽ കവറിംഗ് ഫോർ ഹെഡ്. അതായത് ഈ രാജാവിന്റെ സൈനികർ, അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി, അദ്ദേഹത്തിന്റെ അംഗരക്ഷകര് നെറ്റിപ്പട്ടം കെട്ടിയിട്ടുള്ള ആനകൾക്ക് മുകളിലാണ് ഇരിക്കുന്നത്. ഓക്കെ, സം പീപ്പിൾ ആർ ക്യാരിയിങ് ബ്രാഞ്ചസ് ഓഫ് ട്രീസ് ഓൺ വിച്ച് ട്രെയിൻഡ് പാരറ്റ്സ് ആർ സീറ്റഡ്. അതേപോലെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ, രാജാവിന്റെ കൂടെയുള്ള കുറച്ച് ആളുകൾ ഈ വൃക്ഷത്തിന്റെ, മരങ്ങളുടെയൊക്കെ ചെറിയ ചില്ലകൾ, ശിഖിരങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ആ ശിഖിരങ്ങൾക്ക് മുകളിൽ എന്തുണ്ട്? ട്രെയിനിങ് കിട്ടിയിട്ടുള്ള, പരിശീലനം കിട്ടിയിട്ടുള്ള തത്തകൾ ഇരിക്കുന്നുണ്ട് എന്നും പറയുന്നു. ഓക്കെ, ദെൻ there are armed women as bodyguards around the king. മാത്രമല്ല രാജാവിന് ചുറ്റും ആരുണ്ട്? ആയുധധാരികളായിട്ടുള്ള വനിതകൾ സെക്യൂരിറ്റി ഗാർഡ്സ് ആയിട്ട്, ബോഡി ഗാർഡ്സ് ആയിട്ട് എപ്പോഴും ഉണ്ട്. രാജാവിന്റെ കൂടെ ആയുധമൊക്കെ എടുത്ത് നടക്കുന്ന ആയുധധാരികളായിട്ടുള്ള വനിതകളായിട്ടുള്ള ബോഡി ഗാർഡ്സ് രാജാവിന്റെ കൂടെ ഉണ്ട്. ആൻഡ് ദി കിങ് ഫിയേഴ്സ് ദാറ്റ് സംബഡി മേ ജിയോപാർഡൈസ് ഹിം അറ്റ് എനി ടൈം. അതായത് രാജാവിന് എപ്പോഴും ഒരു ഭയമുണ്ട്. ആരെങ്കിലും തന്നെ എപ്പോഴെങ്കിലും അപായപ്പെടുത്തിയേക്കാം, തനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു അപകടമുണ്ടാക്കിയേക്കാം എന്നുള്ളൊരു പേടി, ഒരു ഭയം രാജാവിനുണ്ട്. ഓക്കെ, ആൻഡ് ദി കിങ് യൂസ്ഡ് ടു ടേക്ക് ഹിസ് ഫുഡ് ഓൺലി ആഫ്റ്റർ ദി സെക്യൂരിറ്റി ടേസ്റ്റഡ് ഇറ്റ്. ഈ ഒരു ഭയം കാരണം രാജാവ് ഭക്ഷണം കഴിക്കുന്നതിന് എങ്ങനെയാണ്? രാജാവിന്റെ അംഗരക്ഷകർ ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് നോക്കി അതിൽ വിഷമൊന്നും കലർത്തിയിട്ടില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് രാജാവ് എന്ത് ചെയ്യുക? തൻ്റെ ഭക്ഷണം കഴിക്കുക. ആൻഡ് ഹി ഡസ് നോട്ട് സ്ലീപ്പ് ഇൻ എ പ്ലേസ് ഫോർ 2 nights കോൺസിക്യൂട്ടീവ്ലി. അതുപോലെ തന്നെ 2 രാത്രികൾ തുടർച്ചയായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാറില്ല? ഒരേ സ്ഥലത്ത് തന്നെ ഈ രാജാവ് ഉറങ്ങാറുമില്ല. അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു സുരക്ഷാ കാരണങ്ങളാൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് എവിടെ നിന്ന് എടുത്ത വരികളാണോ? ഇവിടെ പറയുന്നു, താഴെ കാണാം, ഇൻഡിക്ക മെഗസ്തനീസ്. മെഗസ്തനീസിന്റെ ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വരികളാ. ആരാണ് മെഗസ്തനീസ് എന്ന് താഴെ പറയുന്നു, നമുക്കിത് വായിക്കാം. ദിസ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ബൈ മെഗസ്തനീസ് ഹു കെയിം ഫ്രം ഗ്രീസ് ഇൻ ഹിസ് ബുക്ക് ഇൻഡിക്ക. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇത്. ഈ പേര് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. മുകളിൽ വായിച്ച പാസേജിന് ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ ഈ പേരുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പല എക്സാമിനും ഒരു മാർക്കിന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇൻഡിക്ക എന്ന് പറയുന്ന കൃതി ആരുടെ കൃതിയാണ്? മെഗസ്തനീസിൻ്റെതാണ്. അദ്ദേഹം ആരാണ്? അദ്ദേഹം ഗ്രീക്കിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഗ്രീക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള അംബാസഡർ ആണ്. ഗ്രീക്ക് അംബാസഡർ ആണ്. ഗ്രീക്ക് പ്രതിനിധിയായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ടുള്ള വ്യക്തിയാണ് ആര്?
മെഗസ്തനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള കൃതിയാണ് ഇൻഡിക്ക. അപ്പോൾ മെഗസ്തനീസിന്റെ ഇൻഡിക്ക എന്ന കൃതിയിൽ നിന്നെടുത്ത വരികളാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ ഏതൊരു രാജാവിനെ പറ്റിയാണല്ലോ ഇവിടെ പറഞ്ഞത്. ഏത് രാജാവാണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് അബൌട്ട് ദി സൈഡ്സ് ഇൻ ദി പാലസ് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. ഓക്കെ, ഏത് രാജാവാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിലെ ചില രംഗങ്ങളാണ്, ചില കാര്യങ്ങളാണ് ഇവിടെ മെഗസ്തനീസ് തന്റെ ഇൻഡിക്കയിൽ ഇവിടെ മെൻഷൻ ചെയ്തത്. ഓക്കെ, ഹു കെയിം ഇൻ ടു പവർ അറ്റ് മഗധ ഇൻ 321 BCE. അതായത് BCE 321 മഗധയിൽ അധികാരത്തിലെത്തിയിട്ടുള്ള രാജാവാണ്, വ്യക്തിയാണ് ആര്? ചന്ദ്രഗുപ്ത മൗര്യൻ. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ചന്ദ്രഗുപ്ത മൗര്യൻ മഗധയിൽ അധികാരത്തിലെത്തിയ വർഷം ഏതാണ്? BCE 321. അപ്പൊ BCE 321 മഗധയിൽ അധികാരത്തിലെത്തിയിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലെ ചില കാഴ്ചകളാണ് ഈ ഒരു പാസേജിൽ നമ്മളിപ്പോൾ വായിച്ചത്. ഓക്കെ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി മൗര്യ റെയിൻ ഫ്രം ദിസ് ഡിസ്ക്രിപ്ഷൻ? അപ്പൊ ഈ ഒരു വിവരണത്തിൽ നിന്നും മൗര്യൻ ഭരണത്തെ പറ്റി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ഓക്കെ, ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിച്ചെയ്യുന്ന മൗര്യൻ ഭരണത്തെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട്, എന്തൊക്കെ ധാരണകളിൽ നമുക്ക് എത്താൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അതിലൊരു പോയിന്റ് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദി കിങ് റിസീവ്ഡ് ടഫ് സെക്യൂരിറ്റി. രാജാവിന് എന്തുണ്ട്? രാജാവിന് വളരെ ശക്തമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി, ഒരു സംരക്ഷണം ലഭിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെയോ മറ്റൊരു പോയിന്റായിട്ട് നമുക്ക് എങ്ങനെ പറയാം? നമ്മളിവിടെ പറഞ്ഞല്ലോ, രാജാവ് എപ്പോഴും ആരൊക്കെയോ ഭയപ്പെട്ടിരുന്നു. സോ ദി കിങ് വാസ് അഫ്രൈഡ് ഓഫ് ഹിസ് റൈവൽസ് ഓർ സംതിങ്. അദ്ദേഹത്തിന്റെ ശത്രുക്കളെ ആവാം, അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും ആവാം. എപ്പോഴും അദ്ദേഹം എന്തിനെയൊക്കെയോ ഭയപ്പെട്ടിരുന്നു. ഹി വാസ് അഫ്രൈഡ് ഓഫ് ഹിസ് റൈവൽസ് ഓർ ഹി വാസ് അഫ്രൈഡ് ഓഫ് സംതിങ്. എന്തോ ആയിക്കോട്ടെ, എന്തിനൊക്കെയോ അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അദ്ദേഹം രാജാവാണ്, സംഗതിയൊക്കെ ശരിയാണ്, ഒരുപാട് ആഡംബരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നില്ല? ഒരു സ്വസ്ഥത, ഒരു സമാധാനം ഉണ്ടായിരുന്നതായിട്ട് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹം, അല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു പാസേജ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? ഒരു രാജാവാണ്, സംഗതി രാജാവാണ്, പക്ഷെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എക്സാമിന് ആവശ്യമുള്ള ഒരു കാര്യമല്ല, അതുകൊണ്ട് തന്നെ നമ്മളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല. ഓക്കെ, പിന്നെ അപ്പുറത്തെ പേജിലേക്ക് പോകുമ്പോൾ അതേപോലെ തന്നെ മറ്റൊരു പാസേജ് നമുക്ക് കാണാം. ഇവിടെ ആരാണ്? കൗട്ടില്യ തന്റെ അർത്ഥശാസ്ത്ര എന്ന ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് എടുത്ത വരികളാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത്. അതും കൂടി നമുക്കൊന്ന് വായിക്കാം. ഇഫ് എ കിങ് ആക്ട്സ് അഗൈൻസ്റ്റ് സയൻസ് or is not able to defeat his own senses, he gets ruined easily, even though he rules the whole world. എന്താ പറയുന്നത്? വളരെ നല്ല ഒരു ആശയം തന്നെയാണ്. അതായത് ഇവിടെ പറയുന്നു, ശാസ്ത്രത്തിൽ വിശ്വാസമില്ലാത്ത ഒരു രാജാവാണെങ്കിൽ, ഓക്കെ, ശാസ്ത്രവിരുദ്ധനായി പ്രവർത്തിക്കുന്ന, അതായത് പോലെ സ്വന്തം ഇച്ഛകളെ പോലും അല്ലെങ്കിൽ സ്വന്തം ഇന്ദ്രിയങ്ങളെ പോലും കീഴടക്കാൻ കഴിയാത്ത ഒരു രാജാവാണെങ്കിൽ, ആ രാജാവ് ഈ ഭൂമി മുഴുവൻ ഭരിക്കുന്ന രാജാവാണെങ്കിലും ശരി, വളരെ പെട്ടെന്ന് തന്നെ ഒന്നുമല്ലാതായി തീരും, അല്ലെങ്കിൽ എല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടമാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് എ കിങ് ആക്ട്സ് അഗൈൻസ്റ്റ് സയൻസ് ഓർ ഈസ് നോട്ട് ഏബിൾ ടു ഡിഫീറ്റ് ഹിസ് ഓൺ സെൻസസ്, അതായത് ശാസ്ത്രത്തിൽ വിശ്വാസമില്ലാത്ത ഒരു രാജാവ് സ്വന്തം ഇച്ഛകളെ പോലും സ്വന്തം താല്പര്യങ്ങളെ പോലും കീഴ്പ്പെടുത്താൻ, നിയന്ത്രിച്ചു നിർത്താൻ കഴിയാത്ത ഒരു രാജാവാണെങ്കിൽ, he gets ruined easily, വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്താവും? നശിച്ചു പോകും, തകർന്നു പോകും, പരാജയപ്പെട്ടു പോകും. even though he rules the whole world, അതായത് ഈ ലോകം മുഴുവൻ ഭരിക്കുന്ന രാജാവാണെങ്കിലും ശരി. Okay, hence he should motivate his people to perform their duties through executing his deeds. ഒരു രാജാവ് എങ്ങനെയാവണം? ഒരു രാജാവ് തൻ്റെ ഡ്യൂട്ടികൾ കൃത്യമായി ചെയ്ത് അതിലൂടെ തൻ്റെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ നൽകാൻ കഴിയുന്ന ആളായിരിക്കണം. ഓക്കെ, രാജാവിന്റെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ച് അതിലൂടെ തൻ്റെ രാജ്യത്തുള്ള ജനങ്ങൾക്ക്, ആ ജനങ്ങൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അവരുടെ ഡ്യൂട്ടികൾ, അവരുടെ ധർമ്മങ്ങൾ നിർവഹിക്കാനുള്ള ഒരു പ്രചോദനം നൽകാൻ ആർക്ക് കഴിയണം? രാജാവിന് കഴിയണമെന്ന് പറയുന്നു. ആൻഡ് വൺ ഷുഡ് അറ്റൈൻ ഹ്യൂമിലിറ്റി ഫ്രം ലേണിംഗ്.
എന്താ പറയുന്നത്? അറിവ് കൊണ്ട്, പഠിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ വിദ്യ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിനയം നേടണം. ഒരുപാട് പഠിച്ച് അഹങ്കാരമല്ല, പഠിക്കുന്നതനുസരിച്ച് നമുക്ക് വിനയമാണ്, എളിമയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അറ്റൈൻ ദി ലവ് ഓഫ് ദി പീപ്പിൾ ബൈ ഗെയിനിങ് വെൽത്ത്. അതായത് സമ്പത്ത് നേടി ജനങ്ങളുടെ, ലോകത്തിന്റെ പ്രീതി സമ്പാദിക്കണം. ജനങ്ങളുടെയൊക്കെ ഒരു താല്പര്യവും സ്നേഹവും ഇഷ്ടവും നമ്മൾ സമ്പാദിക്കണം. Intolerance, telling lies, luxurious dressings, deals arising from ego and misconduct, etc. should be avoided. എന്താ പറയുന്നത്? അലസത, അതായത് മടി, അതേപോലെ തന്നെ അസത്യം പറയല് അഥവാ കളവ് പറയല്, അഹങ്കാരം തോന്നിക്കുന്ന വിധത്തിലുള്ള ആഡംബരപൂർണമായിട്ടുള്ള വേഷം, അതേപോലെ അധർമ്മം ഉളവാക്കുന്ന നമ്മുടെ, അഥവാ മോശം, ധാർമ്മികതയില്ലാത്ത നമ്മുടെ പ്രവൃത്തികൾ, ഇടപാടുകൾ, ഇതെല്ലാം എന്ത് ചെയ്യണം? ഇതെല്ലാം വർജിക്കണം, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം. ഷുഡ് ബി അവോയ്ഡഡ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ആ പാസേജ് അവിടെ കഴിഞ്ഞു. ഇതെന്താ സംഭവം? നമ്മളിവിടെ പറഞ്ഞു, കൗടില്യന്റെ അർത്ഥശാസ്ത്ര എന്ന ഗ്രന്ഥത്തിലെ വരികളാണ്. ദിസ് ഈസ് ആൻ എക്സേർപ്റ്റ് ഫ്രം കൗടില്യാസ് അർത്ഥശാസ്ത്ര. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേര്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതാ? മെഗസ്തനീസിന്റെ ഇൻഡിക്ക എന്ന കൃതിയാണ്. ഇപ്പൊ പറയുന്നത് കൗടില്യന്റെ അർത്ഥശാസ്ത്ര എന്ന കൃതിയാണ്. വാട്ട് ഇൻഫർമേഷൻ ക്യാൻ വി ഗ്യാദർ ഫ്രം ദിസ് about the responsibilities of the king? ഒരു രാജാവിന്റെ ഉത്തരവാദിത്തങ്ങളെ പറ്റി, ഓക്കെ, ഒരു രാജാവിന്റെ, ഒരു കിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റീസ്, ഒരു രാജാവിന്റെ ഉത്തരവാദിത്തങ്ങളെ പറ്റി ഈ ഒരു പാസേജിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാവുന്നത്? ഒന്ന് ഇവിടെ തന്നെ പറയുന്നു, ദി കിങ് ഷുഡ് ഇൻസ്പയർ ഹിസ് പീപ്പിൾ ടു പെർഫോം ദെയർ ഡ്യൂട്ടീസ്. അല്ലെ? എന്ത് ചെയ്യണം? രാജാവ് തന്റെ ജനങ്ങളെ എപ്പോഴും പ്രചോദിപ്പിക്കുന്ന രാജാവാണ്. രാജാവ് തന്റെ സ്വന്തം കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു രാജാവാവണം. അതിനെന്ത് വേണം? രാജാവ് സ്വയം അത്തരം കാര്യങ്ങൾ ചെയ്യണം ആദ്യം. അങ്ങനെ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, അല്ലേ? അതേപോലെ തന്നെ മറ്റൊരു പോയിന്റ് നമുക്ക് എന്ത് പറയാം? ദി കിങ് ഷുഡ് ബി ദി റോൾ മോഡൽ ഫോർ ഹിസ് പീപ്പിൾ. രാജാവ് ആരാവണം? തൻ്റെ ജനങ്ങൾക്ക് ഒരു റോൾ മോഡലായി മാറണം. ഈ ഒരു പാസേജ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അതാണ്. രാജാവ് തൻ്റെ ജനങ്ങൾക്കുള്ള ഒരു റോൾ മോഡൽ ആവണം. ദി കിങ് ഷുഡ് ബി ദി റോൾ മോഡൽ ഫോർ ഹിസ് ഓൺ സബ്ജക്ട്സ് ഓർ ഫോർ ഹിസ് സബ്ജക്ട്സ്. സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ പ്രജകളാണ്, അല്ലെങ്കിൽ ഫോർ ഹിസ് പീപ്പിൾ. ഒരു രാജാവ് തൻ്റെ ജനങ്ങൾക്ക് മുന്നിൽ ഒരു റോൾ മോഡലായി മാറണം. അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഏറ്റവും അവസാനത്തെ ഒരു സെന്റൻസ് നമ്മൾ പറഞ്ഞല്ലോ, ചില സ്വഭാവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചില പെരുമാറ്റങ്ങളും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമുക്ക് എന്ത് പറയാം? അവിടെ നമുക്ക് ഇങ്ങനെ പറയാം, the king should avoid all the, ചുരുക്കി പറയുകയാണെങ്കിൽ all the misconduct. Okay, the king should avoid all the misconduct. എന്താ മിസ്കണ്ടക്ട്? മോശം പെരുമാറ്റങ്ങളും മോശം പ്രവൃത്തികളും ഒക്കെ, അങ്ങനെയുള്ള എല്ലാ മോശത്തരങ്ങളും. അപ്പൊ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യത്തിലും വന്നു, കളവും പറയലും അതേപോലെ ആഡംബര ജീവിതവും ഒക്കെ അതിൽ വന്നു. അപ്പൊ അങ്ങനെയുള്ള എല്ലാ മോശം സ്വഭാവവും അതേപോലെ മോശം പെരുമാറ്റങ്ങളും ജീവിത രീതികളും ഒക്കെ രാജാവ് ഉപേക്ഷിക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒരു രാജാവ് എങ്ങനെയാവണം എന്നുള്ള കുറെ കാര്യങ്ങൾ ഈ ഒരു പാസേജിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത പാസേജിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇടത് ഭാഗത്തൊരു ബോക്സ് കാണാം, കൗടില്യ ആൻഡ് അർത്ഥശാസ്ത്ര. നമ്മളിപ്പം പറഞ്ഞു കൗടില്യന്റെ അർത്ഥശാസ്ത്ര എന്ന കൃതിയിലെ വരികളാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രത്തെ പറ്റി ഇവിടെ ഒന്നുകൂടി പറയാണ്. ഇത് എക്സ്ട്രാ റീഡിംഗ് ആണെങ്കിലും നമ്മൾ അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. ഇപ്പോഴും പല പരീക്ഷകളിലും PSC പോലെയുള്ള പരീക്ഷകളിലൊക്കെ ഇപ്പോഴും ചോദിക്കുന്ന ഒരു പേരാണ് അർത്ഥശാസ്ത്ര, കൗടില്യ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യം ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. Kaudilya was a teacher in Taxila before he became the chief minister of Chandragupta Maurya of the Maurya dynasty. ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലെ പ്രധാനമന്ത്രിയായിരുന്നു ആര്? നമ്മളിപ്പോ പറയുന്ന കൗടില്യ എന്ന് പറയുന്ന വ്യക്തി. അതിനു മുമ്പ് പ്രധാനമന്ത്രി, ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയാവുന്നതിന് മുമ്പ് അദ്ദേഹം ആരായിരുന്നു? തക്ഷശില യൂണിവേഴ്സിറ്റിയിലെ, തക്ഷശില സർവകലാശാലയിലെ അധ്യാപകനായിരുന്നു, ഒരു ടീച്ചർ, ഒരു അധ്യാപകനായിരുന്നു ആര്? കൗടില്യൻ. ഓക്കെ, തക്ഷശില യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റിയാണ് തക്ഷശില യൂണിവേഴ്സിറ്റി. പ്രാചീന ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ ഈ തക്ഷശില യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനായിരുന്നു ആര്? നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള കൗടില്യൻ. അതിനുശേഷമാണ് അദ്ദേഹം ആരായത്? ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയായിട്ട് മാറിയത്.
ഓക്കെ. ഹി വാസ് നോൺ ബൈ ദി നെയിംസ് ചാണക്യ. ഈ പറയുന്ന കൗടില്യന് മറ്റൊരു പേരും കൂടിയുണ്ട്, എന്താണ്? ചാണക്യ. അതേപോലെ വേറൊരു പേരും കൂടിയുണ്ട്, വിഷ്ണുഗുപ്ത. ഓക്കെ. കൗടില്യ ഓൾസോ കോൾഡ് ആസ് ചാണക്യ ആൻഡ് വിഷ്ണുഗുപ്ത. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. കൗടില്യ, ചാണക്യ, വിഷ്ണുഗുപ്ത. ഓക്കെ. ഹിസ് കോൺട്രിബ്യൂഷൻസ് were in the field of philosophy, economics, law, statecraft, etc. His book Arthashastra, written in Sanskrit, gives a detailed description on statecraft. അതായത് അദ്ദേഹം പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു പ്രതിഭയാണ്. സാമ്പത്തിക ശാസ്ത്രം, എക്കണോമിക്സിൽ, നിയമത്തിൽ, അതേപോലെ ഫിലോസഫി, തത്വചിന്തയിൽ, രാജ്യഭരണം, സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അതാ ഉദ്ദേശിക്കുന്നത്, രാജ്യഭരണം, ഒരു സ്റ്റേറ്റിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഒരു സ്റ്റേറ്റ് ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട, ഒരു രാജ്യത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കൃതിയാണ് ഏത്? ഈ പറയുന്ന അർത്ഥശാസ്ത്ര എന്ന് പറയുന്ന കൃതി. ഓക്കെ. ഒരു രാഷ്ട്രത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട, ഒരു രാജാവ് എങ്ങനെയാവണം, ഒരു രാഷ്ട്രത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഒരു സ്റ്റേറ്റിൽ എന്തൊക്കെ എലമെന്റ്സ് വേണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും മെൻഷൻ ചെയ്യുന്ന കൗടില്യന്റെ കൃതിയാണ് അർത്ഥശാസ്ത്ര. ഓക്കെ. അപ്പോ ആ അർത്ഥശാസ്ത്രയിലെ വരികളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. കൗടില്യ ഇൻ ഹിസ് അർത്ഥശാസ്ത്ര മെൻഷൻസ് അബൌട്ട് ദി 7 എലമെന്റ്സ് എസെൻഷ്യൽ ഫോർ എ സ്റ്റേറ്റ്. ഓക്കെ. ഒരു രാഷ്ട്രത്തിന്, ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ഒരു സംസ്ഥാനം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു രാജ്യം, ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു രാജ്യം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റിന്, ഒരു രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കേണ്ട 7 ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ. ഒരു രാഷ്ട്രത്തിന് അല്ലെങ്കിൽ ഒരു രാഷ്ട്രം ആവണമെങ്കിൽ എന്ത് വേണം? 7 എലമെന്റ്സ് വേണമെന്ന് അദ്ദേഹം, എസെൻഷ്യൽ ആയിട്ടും വേണമെന്ന് അദ്ദേഹം പറയുന്നു. ആ 7 എലമെന്റ്സിനെ അദ്ദേഹം വിളിച്ച പേരെന്താണ്? സപ്താംഗാസ് എന്നാണ്. ഓക്കെ. സപ്താംഗാസ്, അതായത് 7 ലിംസ്. ഓക്കെ. സപ്താംഗാസ് അല്ലെങ്കിൽ 7 ലിംസ് എന്ന് നമുക്ക് പറയാം. That which has all these 7 elements would be considered a state. ഈ പറയുന്ന 7 ഘടകങ്ങളും ഈ 7 എലമെന്റ്സും ഉള്ളവയെ മാത്രമേ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ? ഒരു രാഷ്ട്രമായിട്ട്, ഒരു രാജ്യമായിട്ട് നമ്മൾ പരിഗണിക്കുള്ളൂ. അപ്പോ ഏതൊക്കെയാണ് ആ സപ്താംഗാസ്? ഏതൊക്കെയാണ് ആ സപ്താംഗാസ്? അപ്പൊ ഈ 7 കാര്യങ്ങളെ പറ്റി പിന്നെ അർത്ഥശാസ്ത്രത്തിൽ കൗടില്യൻ പറഞ്ഞിട്ടുള്ള ആ ഒരു തിയറിയെ നമുക്ക് എന്ത് വിളിക്കാം? സപ്താംഗ തിയറി എന്ന് വിളിക്കാം. സപ്താംഗ തിയറി ഓഫ് കൗടില്യ, കൗടില്യന്റെ സപ്താംഗ സിദ്ധാന്തം, സപ്താംഗ തിയറി. അപ്പോൾ സപ്താംഗ മീൻസ് ആ 7 എലമെന്റ്സ് ആണ്, 7 ലിംസ് ആണ് എസെൻഷ്യൽ ഫോർ എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിന് വേണ്ട 7 എലമെന്റ്സ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് സപ്താംഗ? താഴെ കാണാം നിങ്ങൾക്ക് സപ്താംഗാസ് ഇവിടെ കാണാം. ഏറ്റവും ആദ്യം അമാത്യ, പിന്നെ ഈ പറയുന്ന 7 ഘടകങ്ങളാണ്, ഒരു സ്റ്റേറ്റിന് വേണ്ട 7 ഘടകങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമിനും കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ എലമെന്റ് അമാത്യ. രണ്ടാമത്തേത്, ഒന്നാമത്തെ എലമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ടോപ്പിൽ നിന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഓർഡർ പ്രകാരം പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് സ്വാമിയാണ്. ഓക്കെ. അപ്പൊ അമാത്യ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അമാത്യ, ഘോസ, ദണ്ഡ, ദുർഗ, മിത്ര, ജനപദ, അതേപോലെ സ്വാമി. ഓക്കെ. ദീസ് ആർ ദി 7 എലമെന്റ്സ് ഓഫ് എ സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു ദി സപ്താംഗ തിയറി ഓഫ് കൗടില്യ. കൗടില്യന്റെ സപ്താംഗ തിയറി പ്രകാരം ഒരു സ്റ്റേറ്റിന് വേണ്ട 7 എസെൻഷ്യൽ എലമെന്റ്സ് ആണ് ഈ കാണുന്നത്. ഈ ഓരോ വേർഡ് കൊണ്ടും എന്താണ് മീൻ ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത് എന്താ എന്ന് കൂടി നമ്മൾ അറിയണം. അപ്പോഴേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇടത് ഭാഗത്തൊരു ബോക്സ് നിങ്ങൾക്ക് കാണാം, അതും നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് തന്നെയാണ്. 7 ലിംസ്, സപ്താംഗ തിയറിയിലുള്ള ഈ 7 ഘടകങ്ങൾ ഏതൊക്കെയാ? ഏറ്റവും ആദ്യം സ്വാമി നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്വാമി എന്ന് പറയുമ്പോൾ ആരെയാ ഉദ്ദേശിക്കുന്നത്? ദി കിങ്, രാജാവാണ്. സ്വാമി മീൻസ് ആരാണ്? രാജാവാണ്. ദെൻ അമാത്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാ? ദി മിനിസ്റ്റർ ഓർ ഒഫീഷ്യൽ, അതായത് പ്രധാനമായിട്ടും മന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനാണ് അമാത്യ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ കോസ, ദി ട്രഷറി ഓർ ടാക്സ്. ട്രഷറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ? ഖജനാവാണ് അല്ലെ, പണം സൂക്ഷിക്കുന്ന ഖജനാവ്, നികുതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കോസ എന്ന് പറയുന്ന പിന്നെ ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ദണ്ഡ. ഓക്കെ. ദണ്ഡ, ദണ്ഡ എന്ന് പറയുമ്പോൾ ഏതാണ്? ദി ജുഡീഷ്യറി ആണ്, നീതിന്യായം, കോടതി സംവിധാനങ്ങളൊക്കെ, നീതിന്യായം. ദുർഗ, അടുത്ത എലമെന്റ് ദുർഗ എന്നാണ്. ദി ഫോർട്ട് ഓർ ആർമി, അതായത് സൈന്യം, കോട്ട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. കോട്ടയും സൈന്യമൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്.
ഓക്കെ, ആയുധങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇത് വരുന്നത് ദുർഗ എന്ന് പറയുന്ന ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മിത്ര, എന്താ മിത്ര എന്ന് പറയുമ്പോൾ ദി അലി മീൻസ് സഖ്യങ്ങൾ എന്ന് പറയാം. അതായത് എല്ലാ രാജ്യങ്ങൾക്കും ചില സൗഹൃദ രാജ്യങ്ങൾ ഉണ്ടാവും. അതായത് നമ്മൾ ഒരു ആവശ്യമുണ്ടായാൽ നമ്മളെ സഹായിക്കാൻ തയ്യാറായിട്ടുള്ള രാജ്യങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു എലമെന്റ് മിത്ര എന്ന് പറയുന്ന ഒരു സംഗതി എല്ലാ രാജ്യങ്ങൾക്കും വേണമെന്ന് അദ്ദേഹം പറയുന്നു. അതായത് എപ്പോഴും ചില രാഷ്ട്രങ്ങളുമായിട്ട് നമുക്ക് എന്ത് വേണം, ചില സൗഹൃദം വേണം, ചില കൂട്ടായ്മകൾ വേണം, ചില ബന്ധങ്ങൾ വേണം. ദെൻ ലാസ്റ്റ് വൺ ജനപദ മീൻസ് ദി ടെറിട്ടറി, അതായത് പ്രദേശം, ഭൂപ്രദേശം എന്നുള്ള അർത്ഥം. ഭൂപ്രദേശം ഉണ്ടെങ്കിലല്ലേ ഒരു രാഷ്ട്രം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി 7 limbs or 7 elements of a state according to the Saptanga theory of കൗടില്യ. കൗടില്യന്റെ സപ്താംഗ തിയറി പ്രകാരം ഒരു രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കേണ്ട 7 എലമെന്റ്സ് ആണ് നമ്മളിപ്പോൾ നോക്കിയത്. സ്വാമി, അമാത്യ, ഖോസ, ദണ്ഡ, ദുർഗ, മിത്ര, ജനപദ. ഒരു 3-4 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോഴേക്കും ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പുറത്തെ പേജിലേക്ക് പോകുമ്പോൾ ചന്ദ്രഗുപ്ത മൗര്യ എസ്റ്റാബ്ലിഷ്ഡ് എ റൂൾ ബേസ്ഡ് ഓൺ ദി സപ്താംഗ കൺസെപ്റ്റ്. നമ്മൾ പറഞ്ഞല്ലോ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലെ പ്രധാനമന്ത്രിയായിരുന്നു ആര്, ഈ സപ്താംഗ തിയറി തയ്യാറാക്കിയിട്ടുള്ള കൗടില്യൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രഗുപ്ത മൗര്യൻ തന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയത് ഈ ഒരു സപ്താംഗ തിയറി അനുസരിച്ചിട്ടാണ്. കൗടില്യന്റെ ഈ ഒരു സപ്താംഗ സിദ്ധാന്തം അനുസരിച്ച് ആ ആശയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഭരണമാണ് ആര് നടത്തിയത്, ചന്ദ്രഗുപ്ത മൗര്യൻ നടത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. പാടലിപുത്ര വാസ് ദി ക്യാപിറ്റൽ ഓഫ് മൗര്യ ഡൈനാസ്റ്റി. മൗര്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു, പാടലിപുത്ര. ഇമ്പോർട്ടന്റ് ആണ്, പാടലിപുത്രയായിരുന്നു മൗര്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. ഹി ഫോംഡ് എ സ്ട്രോങ് ആർമി ആൻഡ് എക്സ്പാൻഡഡ് ഹിസ് കിങ്ഡം ബൈ കോൺകറിംഗ് നെയ്ബറിംഗ് സ്റ്റേറ്റ്സ്. ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റി പറയാണ്, അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെ രൂപീകരിച്ചു. എന്നിട്ട് മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ട് തന്റെ സാമ്രാജ്യം എന്താക്കി, കൂടുതൽ വിശാലമാക്കി. ഹി കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫ്രം മീറ്റിംഗ് ദി അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. ഓക്കെ, അതായത് he collected various taxes for meeting the administrative expenses. അതായത് ഭരണത്തിന് ഒരുപാട് ചെലവുണ്ടാവും അല്ലെ, ഭരണപരമായിട്ടുള്ള ഒരുപാട് ചെലവുകൾ രാജാവിനുണ്ടാവും. അപ്പൊ ഈ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ജനങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള ടാക്സുകൾ കളക്ട് ചെയ്തു, നികുതികൾ കളക്ട് ചെയ്തു. ആൻഡ് ഹി മെയ്ഡ് അലയൻസ് വിത്ത് മെനി ഫോറിൻ കൺട്രീസ്. ഹി മെയ്ഡ് അലയൻസ് വിത്ത് മെനി ഫോറിൻ കൺട്രീസ്. അതായത് പല വിദേശ രാജ്യങ്ങളുമായിട്ടും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ സഖ്യങ്ങൾ. ഓക്കെ, അലയൻസ് എന്ന് പറയുമ്പോൾ സഖ്യങ്ങൾ, മറ്റു രാജ്യങ്ങളുമായി നമ്മൾ സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആരുണ്ടാക്കിയിട്ടുണ്ട്, ചന്ദ്രഗുപ്ത മൗര്യൻ സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് among them was his alliance with a Greek military officer Seleucus Nicator who arrived in India after Alexander. അപ്പൊ ഇങ്ങനെ അദ്ദേഹം വിദേശ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കരാറുകൾ അല്ലെങ്കിൽ അലയൻസസ്, സഖ്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത്, ചന്ദ്രഗുപ്ത മൗര്യന്റെ അലയൻസ് വിത്ത് മാർക്ക് ചെയ്യാം, ഹിസ് അലയൻസ് വിത്ത് ഗ്രീക്ക് മിലിറ്ററി ഓഫീസർ സെലൂക്കസ് നിക്കേറ്റർ. ഓക്കെ, ഗ്രീക്ക് പട്ടാള ഉദ്യോഗസ്ഥനായ പട്ടാള ഓഫീസറായിട്ടുള്ള സെലൂക്കസ് നിക്കേറ്ററുമായിട്ട് ആര് സഖ്യമുണ്ടാക്കി, നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു അലയൻസ് ഉണ്ടാക്കി. ആരാണ് ഈ സെലൂക്കസ് നിക്കേറ്റർ? ഹു അറൈവ്ഡ് ഇൻ ഇന്ത്യ ആഫ്റ്റർ അലക്സാണ്ടർ. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ അവസാനം പറഞ്ഞു അലക്സാണ്ടറിന്റെ ഇന്ത്യ ആക്രമണത്തെ പറ്റി. ഈ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ശേഷം ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള ഗ്രീക്ക് സൈനിക ഓഫീസറാണ് ആര്, ഈ പറയുന്ന സെലൂക്കസ് നിക്കേറ്റർ. അപ്പൊ ആ സെലൂക്കസ് നിക്കേറ്ററുമായിട്ട് ഒരു ബന്ധം ആര് സ്ഥാപിച്ചു, ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ചു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ മറ്റൊരു ബോക്സ് കാണാം, സെലൂക്കസ് നിക്കേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ബോക്സ്. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് നോക്കാം. മുഴുവനായിട്ടൊന്നും വായിക്കേണ്ട ആവശ്യമില്ല, എങ്കിലും വളരെ പെട്ടെന്ന് നമുക്ക് നോക്കിയിട്ട് പിന്നെ വിഷയത്തിലേക്ക് വരാം. സെലൂക്കസ് നിക്കേറ്റർ വാസ് എ മിലിറ്ററി ജനറൽ അണ്ടർ അലക്സാണ്ടർ, ദി റൂളർ ഓഫ് മാസിഡോണിയ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അലക്സാണ്ടർ ചക്രവർത്തിയുടെ സൈനിക മേധാവിയായിരുന്നു ആര്, സെലൂക്കസ് നിക്കേറ്റർ. ആൻഡ് Seleucus got the control of the eastern provinces where the Greek rule existed. അതായത് അലക്സാണ്ടർ ചക്രവർത്തിക്ക് ശേഷം, അലക്സാണ്ടർ ചക്രവർത്തി മരണപ്പെട്ട ശേഷം
പിന്നെ ഗ്രീക്ക് ഭരണമുണ്ടായിരുന്ന കിഴക്കൻ പ്രദേശങ്ങളുടെ അധികാരം ആർക്ക് കിട്ടി? സെലൂക്കസിന് ലഭിച്ചു, ഈസ്റ്റേൺ പ്രോവിൻസസിന്റെ. ഓക്കെ, അതായത് അലക്സാണ്ടർ അധികാരം സ്ഥാപിച്ചിരുന്ന ഈസ്റ്റേൺ പ്രോവിൻസസിന്റെ പിന്നെ അധികാരം അദ്ദേഹത്തിന്റെ മരണശേഷം ആർക്ക് കിട്ടി? സെലൂക്കസ് നിക്കേറ്ററിന് കിട്ടി. ആൻഡ് ഹി entered into a war with Chandragupta Maurya, but later he made a treaty with Chandragupta and exchanged his eastern satrapies or provinces for a considerable force of 500 war elephants. അതായത് നമ്മൾ പറഞ്ഞു അലക്സാണ്ടറിന് ശേഷം ഈ ഒരു ഈസ്റ്റേൺ പ്രോവിൻസിന്റെ അധികാരം ആർക്ക് കിട്ടി? സെലൂക്കസ് നിക്കേറ്ററിന് കിട്ടി. പിന്നീട് ചന്ദ്രഗുപ്ത മൗര്യനുമായിട്ട് ഒരു യുദ്ധം ആര് നടത്തി? സെലൂക്കസ് നിക്കേറ്റർ നടത്തി. എന്നാൽ പിന്നീട് ഈ രണ്ടാളുകൾ തമ്മിൽ, സെലൂക്കസ് നിക്കേറ്ററും ചന്ദ്രഗുപ്ത മൗര്യനും തമ്മിൽ പിന്നെ ഒരു സമവായത്തിലെത്തി ഒരു കരാറുണ്ടാക്കി. എന്താ കരാറ്? ഈ ഒരു ഈസ്റ്റേൺ പ്രോവിൻസ് ചന്ദ്രഗുപ്ത മൗര്യന് അദ്ദേഹം തിരിച്ചു നൽകി. പകരം സെലൂക്കസ് നിക്കേറ്ററിന് ചന്ദ്രഗുപ്ത മൗര്യൻ എന്താ നൽകിയത്? 500 വാർ എലഫൻസ്, 500 ആനകളെ സെലൂക്കസ് നിക്കേറ്ററിന് നൽകി ചന്ദ്രഗുപ്ത മൗര്യൻ. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു പ്രശ്നം അവിടെ അവസാനിപ്പിച്ചു. ഓക്കെ, അതൊരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് ആണ്. സെലൂക്കസ് നിക്കേറ്ററുമായിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഒന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. എനിവേ, മെഗസ്തനീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പേര്, മെഗസ്തനീസ് വാസ് ദി അംബാസഡർ ഓഫ് സെലൂക്കസ് നിക്കേറ്റർ ടു ദി കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. ഈ യൂണിറ്റിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പേരുണ്ടല്ലോ, ഈ ഒരു പാസേജ് മെഗസ്തനീസിന്റെ ഇൻഡിക്കയിൽ നിന്ന് എടുത്തതാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ ആ മെഗസ്തനീസിനെ ഇങ്ങോട്ട് അയച്ചതാരാണ്? നമ്മുടെ രാജ്യത്തേക്ക് അയച്ചതാരാണ്? അതാണ് ഇവിടെ പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള സെലൂക്കസ് നിക്കേറ്ററിന്റെ പ്രതിനിധിയായിട്ട് ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് വന്ന ആളാണ് ആര്? മെഗസ്തനീസ്. സോ മെഗസ്തനീസ് വാസ് ദി അംബാസഡർ ഓഫ് സെലൂക്കസ് നിക്കേറ്റർ. സെലൂക്കസ് നിക്കേറ്ററിന്റെ ഒരു പ്രതിനിധിയായിട്ട് അദ്ദേഹം അയച്ചതാണ് മെഗസ്തനീസിനെ. എവിടേക്ക്? ടു ദി കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. ഓക്കെ, അത് മനസ്സിലാക്കുക. ചന്ദ്രഗുപ്ത മൗര്യ വാസ് ദി ഹെഡ് ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ജുഡീഷ്യറി. അതായത് ചന്ദ്രഗുപ്ത മൗര്യനാണ് അക്കാലത്ത് തന്റെ സാമ്രാജ്യത്തിലെ ഭരണത്തിന്റെയും അതേപോലെ ജുഡീഷ്യറി, കോടതി സംവിധാനം, നീതിന്യായം എല്ലാത്തിന്റെയും തലവനാരാ? ചന്ദ്രഗുപ്ത മൗര്യനാണ്. ആൻഡ് ദർ വർ മിനിസ്റ്റേഴ്സ് ആൻഡ് നമ്പർ ഓഫ് ഒഫീഷ്യൽസ് ഹു ഹെൽപ്ഡ് ഹിം ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ. അതേപോലെ അദ്ദേഹത്തെ സഹായിക്കാൻ, ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിക്കാൻ വേണ്ടി ആരൊക്കെയുണ്ട്? ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും ഒരുപാട് മന്ത്രിമാരും ഒക്കെ വേറെയുമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ the kingdom which Chandragupta Maurya formed with Magadha as its center developed into an empire. ശ്രദ്ധിക്കണം, എന്താ പറയുന്നത്? ഒരു വലിയ സാമ്രാജ്യമായിട്ട് ഏത് മാറി? ചന്ദ്രഗുപ്ത മൗര്യന്റെ കീഴിലുള്ള മഗധ എന്ന് പറയുന്ന ആ ഒരു പ്രദേശം ഒരു മഹാജനപദ എന്നതിൽ നിന്നും മാറി വളർന്ന് ഒരു വലിയ എംപയർ ആയിട്ട്, ഒരു വലിയ സാമ്രാജ്യമായിട്ട് മാറി. ഓക്കെ, ഒരു സാമ്രാജ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഈ ഒരു മഗധ എന്ന് പറയുന്ന ഒരു മഹാജനപദം കൂടുതൽ വിശാലമായ ഒരു എംപയർ എന്ന കൺസെപ്റ്റിലേക്ക് വളർന്നു. ആൻഡ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ബ്രോട്ട് മൗര്യ കിങ്ഡം ദി സ്റ്റാറ്റസ് ഓഫ് ദി ഫസ്റ്റ് എംപയർ ഇൻ ഇന്ത്യ? അതുകൊണ്ട് തന്നെ അതിനൊരു പേരും കിട്ടിയില്ല, ഒരു സ്ഥാനവും കിട്ടി. എന്താ സ്ഥാനം? അതായത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ എംപയർ, ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ എംപയർ ആണ്, ആദ്യത്തെ സാമ്രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാ സാമ്രാജ്യം? മൗര്യൻ എംപയർ ആണ്. ഓക്കെ, മൗര്യ സാമ്രാജ്യമാണ്. അപ്പൊ എങ്ങനെ ഈ മഗധ ഈ ഒരു എംപയർ എന്ന പദവിയിലേക്ക് എങ്ങനെ എത്തി? അതാണ് ഇവിടെ ചോദിച്ചത്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ്? ഓക്കെ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് ബ്രോട്ട് മൗര്യ കിങ്ഡം ദി സ്റ്റാറ്റസ് ഓഫ് ഫസ്റ്റ് എംപയർ ഇൻ ഇന്ത്യ? ഈ മൗര്യൻ രാജഭരണം, ആ ഒരു പിന്നെ രാജ്യം, മൗര്യൻ രാജ്യം, ഈ ഒരു മൗര്യൻ രാജ്യം, ആ ഒരു കിങ്ഡം ഒരു എംപയർ എന്ന രൂപത്തിലേക്ക്, ഒരു സാമ്രാജ്യം എന്ന രൂപത്തിലേക്ക് എങ്ങനെയാണ് വളർന്നത്? 3 പോയിന്റ്സ് ആണ് അതിനുള്ള ഉത്തരമായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെയാ? കിങ്ഡം വാസ് എക്സ്റ്റെൻസീവ്ലി ലാർജ്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. അതായത് ഈ രാജ്യം, ഈ മൗര്യൻ രാജ്യം എന്തായിരുന്നു? വളരെ വിസ്തൃതമായിരുന്നു, ഒരുപാട് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച വളരെ വിശാലമായ രാജ്യമായിരുന്നു. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, അഡ്മിനിസ്ട്രേഷൻ വാസ് സെന്റേർഡ് ഓൺ ദി കിങ്. രാജാവിൽ കേന്ദ്രീകൃതമായിരുന്നു. എന്ത്? എൻറ്റയർ അഡ്മിനിസ്ട്രേഷൻ, മൊത്തത്തിലുള്ള ഭരണം രാജാവിൽ കേന്ദ്രീകൃതമായിരുന്നു. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് പറയുന്നു, യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ഔട്ട് ദി ഹോൾ സ്റ്റേറ്റ്. രാജ്യത്തുടനീളം ഒരു ഏകീകൃതമായിട്ടുള്ള ഭരണ സമ്പ്രദായമാണ് നിലനിർത്തിയിരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് മൗര്യൻ കിങ്ഡം ഇന്ത്യയിലെ
ഫസ്റ്റ് എംപയർ എന്ന രൂപത്തിൽ, മൗര്യൻ എംപയർ എന്ന രൂപത്തിലേക്ക് വളർന്നത്? അപ്പൊ ഈ ചോദ്യവും ആ ഉത്തരവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. ചന്ദ്രഗുപ്ത മൗര്യ വാസ് സക്സീഡഡ് ബൈ ബിന്ദുസാര. ചന്ദ്രഗുപ്ത മൗര്യന്റെ ശേഷം പിന്നീട് അധികാരത്തിലെത്തിയ വ്യക്തിയാണ് ആര്? ബിന്ദുസാരൻ. ഓക്കെ, അദ്ദേഹത്തിന് ശേഷം അശോക became the ruler of Mauryan Empire after ബിന്ദുസാര. സോ ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം ബിന്ദുസാരന് ശേഷം അശോക ചക്രവർത്തി, അശോക ദി ഗ്രേറ്റ്, മഹാനായ അശോകൻ എന്നൊക്കെ വിളിക്കുന്ന അശോക ചക്രവർത്തി അധികാരത്തിലെത്തി. ആൻഡ് ഹി എക്സ്റ്റെൻഡഡ് ദി എംപയർ കോങ്കറിംഗ് കലിംഗ ആൻഡ് കശ്മീർ. ആരെ പറ്റിയാ പറയുന്നത്? അശോകനെ പറ്റിയാണ്. അശോക ചക്രവർത്തി കലിംഗ രാജ്യവും കശ്മീരും ഒക്കെ ആക്രമിച്ചുകൊണ്ട് ഈ മൗര്യൻ സാമ്രാജ്യം എന്താക്കി? കൂടുതൽ വിശാലമാക്കി, ഒരുപാട് പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. യു ക്യാൻ ഗെറ്റ് ടു നോ ദി ഡീറ്റെയിൽസ് ഫ്രം ദി മാപ്പ് ഗിവൺ ബിലോ. ഇവിടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. മൗര്യ എംപയർ അണ്ടർ അശോക ചക്രവർത്തിയുടെ കീഴിലുള്ള മൗര്യൻ സാമ്രാജ്യമാണ് ഈ മാപ്പിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗം. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കലിംഗ എന്ന് പറയുന്ന ഭാഗം എവിടെയെന്നുള്ളത്. കശ്മീർ പിന്നെ നമുക്കറിയാം. ഓക്കെ, അപ്പോ ഇത്രയും പ്രദേശങ്ങളിലേക്ക് മൗര്യൻ എംപയർ വ്യാപിച്ചു ഡ്യൂറിങ് ദി പീരിയഡ് ഓഫ് അശോക. ഓക്കെ, അപ്പൊ തൽക്കാലം നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അശോക ചക്രവർത്തിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരാമർശിക്കാം. അപ്പോൾ ഏതായാലും പുതിയ യൂണിറ്റ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, ഫ്രം മഗധ ടു താനേശ്വർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.